സനോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ നമ്മൾ ഇന്ന് ഒരു ഊട്ടി കൂനൂർ ട്രിപ്പ് പോവാണ്. കുട്ടികളൊക്കെ കൂടിയാണ് പോകുന്നത്. കുട്ടികളൊക്കെ കൂടിയിട്ട് ചെറിയ ട്രിപ്പാണെന്ന്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ ട്രിപ്പ് നടത്താൻ നമ്മൾ പൂവഞ്ചനത്തിൽ നിന്നാണ് പുറത്തുനിന്ന്. രാവിലെ 6 മണിക്കാണ് സമയം. അങ്ങനെ ഞങ്ങൾ രണ്ടത്താണി എത്തി. രണ്ടത്താണി, കോട്ടക്കൽ, മഞ്ചേരി, നിലമ്പൂര്, നാടുകാണി വഴിയാണ് പോകുന്നത്. ഇതിനിപ്പോൾ നമ്മൾ പോകുന്നത് ഹൈവേൻ്റെ കൂടെയാണ് നമ്മൾ കോട്ടയത്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ പൊന്മള എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ക്യാമറ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. മെയിലുള്ള യാത്ര ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഇപ്പോൾ മെയ് ഏപ്രിലാണ്. മലപ്പുറത്ത് ഞങ്ങൾ മലപ്പുറം കുന്നമ്മൽക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാലക്കാട്ട് പോകുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഞങ്ങൾ മഞ്ചേരി ടൗണിലെത്തി. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ റോഡിലേക്ക് തിരഞ്ഞു പിടിച്ച് പോകണം, അന്വേഷിച്ച് പോകണം. മഞ്ചേരി ടൗണാണിത്. നിലമ്പൂർക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് നാടുകാണി മലകളാണ് കാണുന്നത്. ഇത് നമ്മൾ ഊട്ടിക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. നാടുകാണി വഴി പോകുമ്പോൾ ഊട്ടിക്കും പോകാം. ഗൂഡല്ലൂരിൽ നിന്ന് തിരിഞ്ഞ് പോകണം. അവിടെ നല്ല കാലാവസ്ഥയും പിന്നെ നമ്മളുടെ ഇലക്ട്രിക് കാറാണ്. അതുകൊണ്ട് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഊട്ടിക്കൊക്കെ പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ മാറ്റണം. നിലമ്പൂറെത്താറായി. സ്ഥലം പറഞ്ഞു കൊടുക്കണേ. വട്ടപ്പുറം എത്തി. വടപ്പുറം കനോലി പ്ലോട്ടാണ്. കനോലി പ്ലോട്ട് പൊട്ടാണ്. ഇവിടെ ഏറ്റവും വില കൂടിയിട്ടുള്ള തേക്കിന്റെ കൃഷിയൊക്കെ നടത്തിയിരുന്നത് പണ്ട് ബ്രിട്ടീഷുകാരെ കാലത്ത്. കനോലി പ്ലോട്ടിന്റെ അടുത്താണ് ഇപ്പൊ നമ്മളുള്ളത്. നിലമ്പൂര് കനോലി പ്ലോട്ടിന്റെ ഏരിയയാണ്. അതിപ്രകൃതി മനോഹരമായ സ്ഥലമാണ്. നല്ല തേക്കിന്റെ കാടാണ്. തേക്ക് കാടുകളാണ് രണ്ട് സൈഡിലും. ലോക പ്രശസ്തമായ നിലമ്പൂർ തേക്കിൻ്റെ സർക്കാർ ഡിപ്പോണ് ഈ ഭാഗം. ഇവിടെ നിന്നാണ് ഈ തേക്കുകളൊക്കെ ലേലം ചെയ്തിട്ട് മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. ഇത് ചെയ്യുന്നത് തന്നെ ഗവൺമെൻറ്റിൻ്റെ അധീനയിലാണ്. ഇത് ഗവൺമെൻറ് നേരിട്ട് തേക്കുകളൊക്കെ ലേലം ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്പോണിത്. ഇവിടെ തേക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്. തേക്കിൻ്റെ ശേഖരങ്ങളാണ് ഇവിടെ. ഹലോ, ഇതാ ഞങ്ങൾ നിലമ്പൂർ കഴിഞ്ഞ് നിലമ്പൂർ കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വൈക്കടവ് ലക്ഷ്യമാക്കി പോവാണ്. ഏത് കട ഏത് ചുരാണ്? അങ്ങനത്തെ വൈക്കടവ് കഴിഞ്ഞാൽ പിന്നെ നാടുകാണി ചുരമാണ്. നാടുകാണി ചുരം വഴിയാണ് നമ്മൾ പോകുന്നത്. ഗൂഡല്ലൂരിലേക്കാണ് പിന്നെ പോവുക. ഗൂഡല്ലൂരിൽ നിന്ന് തീരുമാനമാക്കണം എവിടേക്ക് പോകണം എന്നുള്ളത്. നാടുകാണി ചുരം വഴിയാണ് പോകുന്നത്. നാടുകാണി ചുരത്തിൻ്റെ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടാ പറയും. ഗൂഡല്ലൂർ എത്തിയിട്ട് നമുക്ക് വണ്ടി ചാർജ് ചെയ്യണം. പിന്നീട് നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. ഗൂഡല്ലൂരാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. വണ്ടി ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് എന്തെങ്കിലും നാസ്ത കഴിക്കണം. പോരുമ്പോൾ ചെറുതായിട്ട് നാസ്ത കഴിച്ചിട്ടാണ് പോകുന്നത്. ചുരം വൈക്കടവ് കഴിഞ്ഞ് ഇതാ നാടുകാണി ചുരാണ്. ഇനി ഇത് കഴിഞ്ഞ് കുറേ പോയാൽ നമ്മൾ ഗൂഡല്ലൂരെത്തും. നാടുകാണി ചുരത്തിലൊന്നും ആൾക്കാരൊന്നും ഇല്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കും. ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് പോകണം.
മുളകളൊക്കെ എന്താ ഉണങ്ങി കടിച്ചിരിക്കണ്. വേനലായതുകൊണ്ടായിരിക്കും, വെള്ളമില്ലാത്തതുകൊണ്ട്, മഴ പെയ്യാത്തതുകൊണ്ട് ഫുള്ള് മുളകൾ ഉണങ്ങി പിടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നാടുകാണിയിൽ കുറച്ച് വാനരന്മാരെ കണ്ട്. അപ്പോൾ അവരെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഇതാ ഇവിടെ ഇങ്ങനെ അതിൻ്റെ മേലൊക്കെ ഉണ്ട്, ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. ഇത് വണ്ടികളൊക്കെ നിർത്തിയാൽ പിന്നെ റോഡിലേക്ക് ഇറങ്ങി വരികയാണ്. വണ്ടിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തപ്പിയിട്ടാണ് അവർ വരുന്നത്. ഈ വണ്ടിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുക്കും. നമ്മൾ ഈ കുരങ്ങന്മാരെ കുസൃതികളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഇവിടെ നല്ല അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊരു കുട്ടിയും അമ്മയും കുട്ടിയാണ്. അവിടെ അടി കൂടുണ്ട് ആൾക്കാർ, അവർ തമ്മിൽ അടി കൂടുകയാണ്. നല്ല കൊക്കേനെ കണ്ട് താഴേക്ക്. ഒരാളത് നമ്മുടെ വണ്ടിയുടെ മുകളിൽ തന്നെ ഒരു കൊമ്പം വന്നിരിക്കുന്നുണ്ട്. നമ്മളെ കണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് കയറാനുള്ള പരിപാടിയാണ്. നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി തുറന്നിട്ട് പോയാലുള്ള സാധനം മുഴുവൻ കൊടുത്തിട്ട് അവർ പോവും. അവർ തിന്നാനുള്ള വല്ലതുമാണെന്ന് വിചാരിച്ചിട്ടാണ് അതിക്ക് കയറാൻ വരുന്നത്. പക്ഷേ നമ്മളുടെ വില പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ നിന്ന് അവരെടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ നാടുകാണി ചുരത്തിലാണ് നമ്മളുള്ളത്. വരുന്ന കുട്ടികള് കുറെ കുരങ്ങന്മാരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കാലാവസ്ഥ തന്നെ. തണുപ്പ് എന്ന് വെച്ചാൽ വലിയ തണുപ്പുമില്ല, ചെറിയ ചൂടും ഉണ്ട്. നാടുകാണിയാണുള്ളത്. ഞങ്ങൾ നമ്മുടെ ചുരത്തിൽ കുറച്ചു നേരം ഇത് കുരങ്ങന്മാരെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നാടുകാണിയിൽ നിന്ന് യാത്ര കൂടല്ലൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാനരന്മാര് നിറയെ ഉണ്ട് ഇവിടെ. അവർക്ക് നല്ല കൊക്കേനെ അങ്ങോട്ട് താഴ്ചയിലാണ്. വീണ്ടും നമ്മൾ വണ്ടി കയറി യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്താനായി. തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കയറി ചെയ്യുന്ന റോഡാണ്. ഇനിയിപ്പോൾ ഉള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ നാട് കാണി കഴിഞ്ഞതാ. കുറെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടാണ്. ഈ തമിഴ്നാട് സ്റ്റേറ്റിലെ ഭാഗങ്ങളാണ് കാണുന്നത്. തണുപ്പാണ്, നല്ല കാലാവസ്ഥയിൽ. പിന്നെ റോഡ് എടുക്കല്ല, കവറേജ് ആയി അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞു, നാടുകാണി കഴിഞ്ഞു. നാടുകാണി കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഗൂഡല്ലൂരിലാണ് നമ്മൾ പോണത്. നാടുകാണി കഴിഞ്ഞു. നല്ല റോഡാണ് തമിഴ്നാട്ടിലെ റോഡ്. നമ്മളെ മല പറഞ്ഞ മല തമിഴ്നാട്ടിലൊക്കെ നല്ല മഴ പെയ്തിക്കണമെന്നാണ് തോന്നുന്നത്. നല്ല പച്ചപ്പുണ്ട്. കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ
നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. മഴ പെയ്ത ലക്ഷണമാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് ചാർജ് ചെയ്ത്, കൂടാതെ നമ്മൾ നാസ്ത കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി വീണ്ടും പോകണം. മൈസൂർ റോഡ് വഴി പോവുകയാണ്. അവിടെ മുതുമല ഫോറസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകണം. മുതുമല കാടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലത്തെ വണ്ടി കാണുമ്പോൾ തമിഴ്നാട്ടിലേക്ക് കലിപ്പാണ്. നമ്മളെ അവിടെ തമിഴ്നാട്ടിലെ വണ്ടി കാണുമ്പോൾ കേരളക്കാർക്ക് കലിപ്പാണ്. നമ്മൾ മുതുമല ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ എവിടെയാണ് പോകുന്നത് പറഞ്ഞത്. അപ്പം ഉടുപ്പി ഹോട്ടൽ. ഇതപ്പോൾ നമ്മൾ ബന്ദിപ്പൂരല്ല, മറ്റെന്താണ് മുതുമല ഫോറസ്റ്റ് റിസർവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതുമല ഫോറസ്റ്റ് റിസർവാണ്. നല്ല കാടാണ്, ചൂടുമുണ്ട്, അത്യാവശ്യം ചൂടുമുണ്ട്. പക്ഷെ അത്ര വേർക്കണ ചൂടില്ല. വൈകുന്നേരം നല്ല തണുപ്പാണ് നടന്നത്. പലയിടത്തായിട്ട് നമ്മൾ കുറേ മാനുകളൊക്കെ കണ്ടു. മാനുകളൊക്കെ സ്പോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതുമല റിസോർട്ടിലാണ്. മുതുമല ഫോറസ്റ്റ് റിസർവിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആനനെ കണ്ട് ഭാഗത്തേക്ക് പോകണം. ഈ റോഡാണ് ബസ്സിനെക്കൂടി ഊട്ടി. നമ്മൾ കർണാടകത്തിൻ്റെ ബോർഡറിലെത്തി. കർണാടക ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ബോർഡറിലാണ് ഉള്ളത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവാണിത്. ഇത് കർണാടകത്തിൻ്റെ കീഴിലുള്ള ബന്ദിപ്പൂർ റിസർവിലാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒരു മാൻ്റെ കൂട്ടങ്ങൾ കണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ നിർത്തിയൊന്ന് ഫോട്ടോ എടുത്ത് പോകാൻ. കർണാടകത്തിലെ ബന്ദിപ്പൂർ സ്റ്റേഷൻ ഫോറസ്റ്റിലേക്ക് കടന്നപ്പോൾ ധാരാളം സ്ഥലത്ത് നമുക്ക് മാൻകൂട്ടങ്ങളും മറ്റുള്ള ചെറിയ മയില് അതുപോലത്തെ കുറേ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ടൈഗറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബന്ദിപ്പൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ നല്ല സൺഫ്ലവറിൻ്റെ തോട്ടങ്ങളാണ് കാണുന്നത്. സൂര്യകാന്തി തോട്ടങ്ങൾ, കൃഷികളുണ്ട്, പലതരം വാഴക്കൃഷികളും മറ്റുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ടൈഗർ റിസർവ് ഒക്കെ കഴിഞ്ഞിങ്ങനെ കുണ്ടൽപേട്ടേക്ക് പോകുമ്പോൾ നമ്മളൊരു ബോർഡ് കണ്ട് ഗോപാലസ്വാമി ക്ഷേത്രമാണ്, അവിടേക്ക് പോകാൻ തീരുമാനിച്ച്. ആ ക്ഷേത്രയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം. ഒരു ഉള്ളിലേക്കാണത്. തിരിഞ്ഞു പോവാണ്. ഗോപാലസ്വാമി ടെമ്പിൾക്ക് പോവാണ്. ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പറയും ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റൂട്ടാണ്. ബസ്സുണ്ട് ഇതിൽ കൂടി, എപ്പോഴാണെന്ന് അറിയില്ല. ബസ് റൂട്ടാണ്, പക്ഷെ അതിന് കാത്തുന്ന കാര്യമില്ല. മല ഇവിടുന്ന് കയറി പോകണം. ഒരു മലൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, കൂടാതെ നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നുന്നില്ല. ഈ മലകളുടെ മുകളിലാണ് കാഴ്ചകളാണിത്. നല്ല രസമുള്ള കൃഷിയിടങ്ങളൊക്കെ കാണുന്നുണ്ട്. വണ്ടികളൊക്കെ ചേച്ചിനോട് ചോദിച്ചാൽ മതി. നല്ലൊരു ഏർമാടം ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. നല്ല സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. കർണാടക, ബാംഗ്ലൂർ, മൈസൂരൊക്കെ പെട്ടു. സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളിതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഇവിടെ നല്ല ക്ലീനിങ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ചാർജ് 60 രൂപയാണ് ഇവിടെ കേട്ടോ. വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് പുറപ്പെടുന്നുണ്ട് മേലേക്ക് അമ്പലത്തിൻ്റെ മുകൾക്ക്. അപ്പോൾ ഇവിടെ
അമ്പലത്തേക്ക് കയറാൻ പോവാണ്. ആ ബസ്സിൽ കയറാൻ പോവാണ്. ബസ്സിനുള്ള ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇത് കർണാടക ബസ്സിൽ നിന്നാണ് ഇറങ്ങിയത്. കർണാടക ബസ് സർവീസ് മാത്രമേ ഉള്ളൂ ടെമ്പിൾക്ക്. ബസ്സിൽ കയറിയിട്ട് അമ്പലത്തേക്ക് പോവാണ്. ബസ്സിൽ കയറിയാണ് ഗോപാലസ്വാമി ക്ഷേത്രത്തേക്ക്. കർണാടക ബസ്സാണ്. കർണാടകത്തിലെ ഗവൺമെൻറ് ബസ്സിൻ്റെ ഉള്ളിലൊക്കെ സിനിമാ നടന്മാരെ ഫോട്ടോ ഒക്കെ ഉണ്ട്. നമ്മളെ ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. എല്ലാ കയറ്റം കയറ്റിയിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിൽ മാത്രമാണ് പോകുന്നത്. നല്ല സ്പീഡൊക്കെ കുറച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി പോവാണ്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പോകുമ്പോൾ പുറത്തൊക്കെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന ചുരമാണ്. ഒന്നാമത്തെ ചുരം കയറി ഉള്ള കാഴ്ചകളാണിത്. നമ്മൾ കുറേ മുകളിലേക്ക് കയറിയിട്ടാണ് ഉള്ള കാഴ്ചകളാണിത്. ബസ് നിർത്തി എത്തി തിരിച്ച് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തേക്ക് പാർക്ക് ചെയ്യാണ്. അവിടെ കുറേ ആൾക്കാർ പോകാൻ വേണ്ടി കാത്തിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവിടെ കാത്തിക്കാണ്. ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണിത്. ഈ ബസ് എല്ലാവരും ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഇതാ ബസ് പോകാൻ പുറപ്പെടുകയാണ്. നമ്മൾ വന്ന ബസ്സിന് തിരിച്ചത് ആൾക്കാർ പോകാൻ കാത്തിക്കാണ്. ഇതാണ് ക്ഷേത്രം. ഗോപാലസ്വാമി ക്ഷേത്രമാണിത്. ഇവിടെ എല്ലാവരും എത്തി. ഓരോരുത്തരിങ്ങനെ ചെരുപ്പ് ഊരിയിട്ടാണ് പിന്നെ ഇവിടെ നിന്നാണ് കയറേണ്ടത്. ക്ഷേത്രത്തിൽ ഇതാ കയറിക്കൊണ്ടിരിക്കുക. ചെരുപ്പ് ഊരി കയറണം. നിറയെ ആൾക്കാരും ബാത്റൂമും കാര്യങ്ങളും സൗകര്യം. ഗോപാലസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. ഞങ്ങൾ ഇവിടെ നല്ലൊരു മരമുണ്ട്. അത്തിമരമാണ് തോന്നുന്നു. ബസ്സുണ്ട്. തണുപ്പില്ലടാ. ഊട്ടിനെക്കാട്ടി തണുപ്പല്ല. കാലാവസ്ഥ നല്ല തണുപ്പാണ്. ഇവിടെ രഥമൊക്കെ ഉണ്ട് കേട്ടോ. ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണ്. ഇങ്ങനെ നടന്ന് കാണാം. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഊട്ടി പോയ മാതിരി നല്ല രസമുണ്ട്. കർണാടകത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടെ നല്ല കാലാവസ്ഥ തന്നെ, നല്ല തണുത്ത കാലാവസ്ഥ തന്നെ. ഇവിടുത്തെ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. ഗുണ്ടൽപേട്ട അടുത്താണിത്. ചുറ്റുഭാഗം ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗമാണിത്. ഞങ്ങൾ നടന്ന് കണ്ട്. ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്ഥലത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥ, തണുപ്പുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ട മുകളിൽ നിന്ന് നല്ല മലകൾ ഇങ്ങനെ കാണാം. മൊട്ടക്കുന്നുമാതിരി കിടക്കുന്ന മലകൾ.
കോട്ടക്കുന്ന് പോലുള്ള പച്ച പിടിച്ച മഴ പെയ്യാത്തതുകൊണ്ട് പച്ചപ്പില്ല, അല്ലെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാവും. നോക്കിയാൽ നല്ല ടൗണുകളൊക്കെ കാണുന്നുണ്ട്. ടൗണൊന്നും അറിയില്ല, ഗുണ്ടൽപേട്ട് ഭാഗങ്ങളൊക്കെ ആയിരിക്കും. ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു 19 കിലോമീറ്റർ 11 കിലോമീറ്റർ പോയാൽ ബസ്സിൽ KSRTC ബസ്സിൽ വന്ന് കാണാവുന്ന സ്ഥലമാണ്. നല്ല രസമുള്ള തണുപ്പുള്ള സ്ഥലമാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഡോറാണ്. ഇതാണ് മെയിൻ ഡോർ, മെയിൻ വാതിലാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്. വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇനി ബസ് വരണം. വണ്ടി ഏതാ ഫാമിലി വരുന്നുണ്ട്. ഒരു ജീപ്പിലൊരു ഫാമിലി കയറി കൊണ്ടുപോകാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകണം. ക്ഷേത്രം കൊണ്ട് കയറാനുള്ള അലൗഡ് ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് കുറേ ധാരാളം ഫോട്ടോസുകളൊക്കെ എടുത്ത് ദൂരെ നമുക്കൊരു ഫോറസ്റ്റാണ്. ഈ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ധാരാളം നമുക്ക് മാനുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ദൂരത്താണ് മാനുകൾ. പക്ഷെ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാനൊന്നും ഇവിടെ നിന്ന് അയക്കുന്നില്ല. ഇവിടെ ഫോറസ്റ്റ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റുഭാഗത്ത്. വളരെ ദൂരത്തു നിന്നുള്ള കൂട്ടങ്ങളുടെ മേയുന്ന ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ ക്യാമറയിലൊക്കെ പകർത്തി ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് വന്നാൽ പോകണം. ഇനി വയനാട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ നല്ല കാലാവസ്ഥയും തണുപ്പൊക്കെ ആസ്വദിച്ചിട്ട് ബസ്സിൽ തിരിച്ചു പോകണം. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ, വയനാട്ടിലെ മറ്റുള്ള കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. തിരിച്ചു പോകാനുള്ള ബസ് വന്നിട്ടാ. ഇനി അതവിടെ പോയി തിരിച്ചിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അതിലേക്ക് ആളെ കയറ്റിയിട്ട് പോവും. ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ബസ് തിരിക്കുകയാണ്. എല്ലാവരും ഈ ബസ്സിന് തന്നെ പോണത്. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ചെറിയ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.